പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കൂടുതൽ PSC പരീക്ഷകളിൽ ക്രമക്കേട്. ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ PSC പരീക്ഷയിലും ക്രമക്കേട് കണ്ടെത്തിയെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിടുന്നു. അഭിമുഖത്തിൽ മാർക്ക് വാരിക്കോരി നൽകിയതായി കണ്ടെത്തൽ. എഴുത്തു പരീക്ഷയിൽ 27% മാത്രം മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിൽ മുഴുവൻ മാർക്കും 20 മാർക്കും നൽകി. അഭിമുഖത്തിൽ എഴുത്തു പരീക്ഷയുടെ മാർക്കിന്റെ 12.02% നൽകാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കെയാണ് PSCയുടെ സഹായം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ തട്ടിപ്പാണ്. ഇത് ഒരു വ്യക്തിയെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ വഴിവിട്ട നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. 27% മാർക്ക് മാത്രം വാങ്ങിയ ആൾക്ക് മുഴുവൻ മാർക്കും അഭിമുഖത്തിൽ നൽകുന്നത് എങ്ങനെയാണ്? അതും അയാളുടെ സർട്ടിഫിക്കറ്റും യോഗ്യതകളും സംശയത്തിലാവുന്ന സാഹചര്യത്തിൽ പോലും 92% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയെ പുറത്തു നിർത്തിയാണ് 27% മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയെ അഭിമുഖം നടത്തി ഇപ്പോൾ നിയമനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വൻ തട്ടിപ്പല്ലേ റോഷിപാൽ? അരുൺകുമാർ, കോളേജ് അതിൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ്. ആ തസ്തികയിൽ ഇത്തരമൊരു നിയമനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ക്രമക്കേട്, അതിൽ 2 തസ്തികയാണ് ഒഴിവുണ്ടായിരുന്നത്. അതിലേക്ക് PSC പരീക്ഷ നടത്തിയപ്പോൾ അതിൽ 92 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥി ഉണ്ടായിരുന്നു. അതേ സമാനമായ മാർക്ക് നേടിയ നിരവധി ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. ഏതാണ്ട് 250ഓളം പേരാണ് പരീക്ഷ എഴുതിയത്. ആ പരീക്ഷ എഴുതിയവരിൽ ഒടുവിൽ 92 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥിയോട് ആ സർട്ടിഫിക്കറ്റുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം വന്നു. അങ്ങനെ ആ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തു. പക്ഷേ പിന്നീട് അഭിമുഖത്തിന് വിളിച്ചിരുന്നില്ല. അങ്ങനെ അഭിമുഖം കഴിഞ്ഞ വിവരം പോലും ആർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഒടുവിൽ വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അഭിമുഖം കഴിഞ്ഞു, റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു, നിയമനത്തിലേക്ക് പോകുന്നു എന്ന വിവരം ഉദ്യോഗാർത്ഥികൾ അറിയുന്നത്. അപ്പോഴാണ് പരിശോധിച്ചത്. അങ്ങനെ 100 മാർക്കിൽ എഴുത്തു പരീക്ഷ നടന്നപ്പോൾ അതിൽ 27 മാർക്ക് മാത്രം ലഭിച്ച മുഹമ്മദ് അനസ് B എന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിക്കുകയാണ് റാങ്ക് പട്ടികയിൽ ഒന്നാമതായി. ആ റാങ്ക് പട്ടികയിൽ ഒന്നാമതായി വരുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഭിമുഖത്തിലുള്ള 20 മാർക്കും ഈ ഉദ്യോഗാർത്ഥിക്ക് നൽകിയെന്നതാണ്. 20 മാർക്കിൽ നടന്ന അഭിമുഖം, ആ 20 മാർക്ക് കൂടി ചേർത്ത് ഏതാണ്ട് 65 മാർക്ക് നേടിയാണ് ഈ ഉദ്യോഗാർത്ഥി നിയമനം നേടുന്നത്. 100-ൽ 27 മാർക്ക് മാത്രമാണ് എഴുത്തു പരീക്ഷയിൽ ഈ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് 92 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥിയെ ഒഴിവാക്കിക്കൊണ്ട് നിയമനം നൽകുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് മുഴുവൻ മാർക്കും ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിൽ നൽകിയത് എന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം PSC പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ നേടിയ മാർക്കിന്റെ 12.2% കൂടുതൽ മാർക്ക് അഭിമുഖത്തിൽ നൽകാൻ പാടില്ല എന്നതാണ്. അത് വീണ്ടും ലംഘിക്കുന്ന കാഴ്ചയാണ്. കാരണം നേരത്തെ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് നടന്ന അഭിമുഖങ്ങളിൽ സമാനമായി തന്നെ മാർക്കുകൾ വാരിക്കോരി നൽകി ഇടത് സംഘടനാ നേതാക്കൾക്ക് നിയമനം നൽകിയതിന്റെ വാർത്ത റിപ്പോർട്ടർ തന്നെയാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലെ പരീക്ഷയിലെ ക്രമക്കേട് ആഭ്യന്തര വിഭാഗം വിജിലൻസ് PSC അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സർക്കാർ മറ്റൊരു അന്വേഷണത്തിന് ആലോചന നടത്തുകയുമാണ്. ആ ഘട്ടത്തിലാണ് മറ്റൊരു പരീക്ഷയിലെ ക്രമക്കേടിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പരാതി PSC ചെയർമാൻ ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ മറുപടിയില്ല. പരീക്ഷാ കൺട്രോളർക്ക് പരാതി നൽകി, അതിലും മറുപടിയില്ല. ഇനി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് ആലപ്പുഴ സ്വദേശിയായ ഉദ്യോഗാർത്ഥി. കാരണം കൂടുതൽ പേർക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥി ഉള്ളത്. മാത്രമല്ല, ഇതിലും ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെടുമ്പോൾ ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകാൻ PSC തയ്യാറാകുന്നില്ല. നേരത്തെ ക്രമക്കേട് നടന്ന എല്ലാ പരീക്ഷയിലും സമാനമാണ് ഉദ്യോഗാർത്ഥികളുടെ അനുഭവം. കാരണം ഉത്തരക്കടലാസിന്റെ പകർപ്പ് ഒരു ഘട്ടത്തിൽ നൽകിയിരുന്നത് പിന്നീട് വിവരാവകാശ നിയമപ്രകാരമാണ് ഉദ്യോഗാർത്ഥികളൊക്കെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് എടുത്ത് പരിശോധിച്ചത്. ആ ഘട്ടത്തിലാണ് നേരത്തെ ആസൂത്രണ ബോർഡിൽ 10 ഉത്തരങ്ങൾ പരിശോധിക്കാത്തത് കണ്ടെത്തിയത്. ഏതായാലും ഈ സുപ്രധാന വിവരത്തിൽ ഇനി അന്വേഷണത്തിന് PSC തയ്യാറാകുമോ, അല്ലെങ്കിൽ സർക്കാർ പുതിയ അന്വേഷണം അതിന്റെ പരിധിയിലേക്ക് ഈ 27 മാർക്ക് മാത്രം റിട്ടേൺ പരീക്ഷയിൽ കിട്ടിയ ഒരാൾക്ക് 20% മാർക്ക് പൂർണ്ണമായ മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഒന്ന്.
രണ്ട്, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ട് എന്ന പരാതി കൊടുക്കുന്നു. ആ പരാതികളൊക്കെ കിട്ടിയിട്ടും PSCയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്, പക്ഷേ അഡ്യൂസ് മെമ്മോ അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ PSCക്ക് ആ തെറ്റ് തിരുത്താം. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് മാത്രമല്ല, ഗുരുതരമായ ആരോപണമാണ് PSCക്കെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ യോഗ്യത നേടി എന്ന് PSC കണ്ടെത്തിയിരിക്കുന്ന വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ ഈ കോഴ്സ് റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ടോ, അദ്ദേഹം സംഘടിപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഇതിലൊക്കെ തന്നെ അവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിശദമായി തന്നെ ഈ ആഭ്യന്തര വിജിലൻസ് സംഘം മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ എന്നതുപോലെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിലും അന്വേഷണം നടത്തേണ്ടതല്ലേ റോഷി? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ അന്വേഷണം വേണ്ടതാണ്. ഈ വർഷം മെയ് 25-നാണ് ഈ റാങ്ക് പട്ടിക പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ PSCക്ക് അവസരമുണ്ട്, തിരുത്താൻ അവസരമുണ്ട്. കാരണം ഈ ഉദ്യോഗാർത്ഥി ഇപ്പോൾ നിയമനം കാത്തിരിക്കുന്ന ഈ റാങ്ക് പട്ടികയിൽ മാർക്ക് വാരിക്കോരി നൽകി 1-ാം റാങ്ക് നൽകിയ മുഹമ്മദ് അനസ് ബിയുടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് പരാതികൾ ഉയരുന്നുണ്ട്. കാരണം ആ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ആ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയിലടക്കം പിന്നീട് അദ്ദേഹം തയ്യാറാക്കിയ പല രേഖകൾ, ജേണലുകൾ, അതിലടക്കം സംശയം ഉയർത്തുന്നു. അദ്ദേഹം നഗരത്തിൽ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളവർ PSCയിലെ പ്രധാനപ്പെട്ട ചില തസ്തികകളിൽ നിൽക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് നേരത്തെ പുറത്തു വന്ന ആ പരീക്ഷാ ക്രമക്കേടിന് അപ്പുറത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ നിയമനം കാത്തിരിക്കുന്നയാൾക്ക് PSCയിലെ ചില അംഗങ്ങളുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള പരാതികളാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെയുള്ള അന്വേഷണം ഈ കാര്യത്തിൽ വേണ്ടിവരും. ഇതിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടന്നിരിക്കുന്നത് എന്നാണ് പ്രധാനം. കാരണം 92 മാർക്ക് എഴുത്തു പരീക്ഷയിൽ നേടിയ ഉദ്യോഗാർത്ഥിയെ എങ്ങനെ അഭിമുഖത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുമെന്ന ഒരു സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി PSC വരും ദിവസങ്ങളിൽ നൽകേണ്ടി വരും. ഏതായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം PSCയിലെ പരീക്ഷാ ക്രമക്കേടുകൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ആസൂത്രണ ബോർഡിന്റെ ചീഫ് പരീക്ഷയ്ക്ക് പുറമെ ഹോട്ടൽ മാനേജ്മെന്റ് പരീക്ഷയിലും വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. ആ പരാതി PSCക്ക് അയച്ചിട്ടുണ്ട്. ആ പരാതിയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. റിട്ടേൺ പരീക്ഷയിൽ 27% മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് അഭിമുഖ പരീക്ഷയിൽ 100% മാർക്കും കൊടുക്കുക. ഇഷ്ടക്കാരനെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ചില രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഇതിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. PSC തീർച്ചയായിട്ടും ആഭ്യന്തര വിജിലൻസ് സംഘം ഈ പേപ്പർ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൽ യോഗ്യതയുണ്ടായിരുന്ന 92 മാർക്ക് റിട്ടേൺ പരീക്ഷയിൽ വാങ്ങിയ വിദ്യാർത്ഥിയെ ഒഴിവാക്കിയാണ് ഇത് 27 മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകിയത് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് 92 മാർക്ക് നേടിയ വിദ്യാർത്ഥിയുടെ അയോഗ്യത? ആ അയോഗ്യതയ്ക്ക് PSCക്ക് എന്താണ് തൃപ്തികരമായ വിശദീകരണം നൽകാനുള്ളത്? നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത അയാൾ പാലിച്ചിട്ടില്ലേ? ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ വിഷയവും PSCയുടെ അന്വേഷണത്തിന് മുന്നിലേക്ക് നമ്മൾ വയ്ക്കുന്നു. ഓരോരോ വിഷയങ്ങളിലായി ഇങ്ങനെ കുഞ്ഞു തട്ടിപ്പുകൾ നടന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇതെല്ലാം മൊത്തത്തിൽ ചേരുമ്പോൾ PSCയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. PSCയുടെ വിശ്വാസ്യതയെ തിരികെ എടുക്കാൻ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന സംവിധാനവുമെല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്.